ഹലോ, അസ്സാം വലൈക്കും. അങ്ങനെ നമ്മൾ പാലക്കാട് ലുലുന്ന് ഇറങ്ങി നേരെ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശോഭ സിറ്റി കേട്ടോ. ശോഭ സിറ്റി നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടും പാട്ട് പാടിയിട്ടും വണ്ടിയിലത്തെ പാട്ട് കേട്ടിട്ടും എറണാകുളം എത്തിയത് തന്നെ അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ എന്താ ശോഭ സിറ്റി എത്തിയിട്ടോ. ശോഭ സിറ്റി, ശോഭ മാൾ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ, ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ശോഭ സിറ്റി എന്നാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഓരോന്ന് കളിയാക്കി പറഞ്ഞിട്ടും ചിരിച്ചിട്ടും തമാശയാക്കിയിട്ടും ഫോട്ടോ എടുത്തിട്ടും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴും അതൊരു വേറൊരു വൈബാണ് കേട്ടോ. എന്തായാലും നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ ഈ ശോഭ സിറ്റിക്ക് പോകുമ്പോഴുള്ള ഈ ഒരു ഭംഗി നല്ല നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയില്ല, ഒരു ഗൾഫ് പ്രതീതിയാണ് ഇവിടുത്തെ പനകളൊക്കെ കാണുമ്പോൾ. പിന്നെ അങ്ങനെ നമ്മൾ ശോഭ സിറ്റിയിലെത്തി. ആദ്യം എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളിതാ ലുലുവിൽ കറങ്ങിയ പോലെ ആദ്യം എല്ലാം മൊത്തത്തിലൊന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ദാഹവും ചെറുതായിട്ട് വിശപ്പൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ചൊക്കെ എല്ലാതൊന്ന് കണ്ട് നോക്കാം ആദ്യം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതാ ഈ മസാജ് കസേരയിൽ ഇരുന്നു കേട്ടോ. മസാജ് കസേരയിൽ ഞാനിതിന് മുൻപ് ഇരുന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന്. മനു അന്ന് അങ്ങനെ ഇരുത്തിയത്. റിനുമോളും ഞാനും ഇരിക്കണ കണ്ടിട്ട് ആഷിമോൻ അപ്പുറത്ത് പോയി ഇരുന്നിക്കണു. എന്തായാലും ശരി, കസേരയുടെ ഇടി കൊണ്ടിട്ട് ആഷിമോന് ചിരിച്ച് ഒരു ഭാഗത്തേക്ക് ഇക്കണു കേട്ടോ. റിനുമോളും എനിക്കിത് പിന്നെ ഒരു പ്രാവശ്യം എന്താ പറയുക അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ ഇത് കാരണമാണോ എൻ്റെ ആഷിമോന് ഇടുപ്പ് തന്നെ കൂടിയത്, ഐ ഡോണ്ട് നോ. എന്തായാലും ശരി, നല്ല മസാജായിരുന്നു. നമ്മളെ തല തൊട്ടിട്ട് കാലിൻ്റെ അടി വരെയും നമ്മളെ ഉപദ്രവിച്ചിരിക്കുന്നു കസേര. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ വാൽക്കണ്ണാടി എന്തെല്ലാം സാധനങ്ങളാണ്, നല്ല ഭംഗിയൊക്കെ കരകൗശല വസ്തുക്കളെന്ന് പറയൂലേ. എനിക്കിത് കാണുമ്പോഴേ നാട്ടിലെ പൂരം ഓർമ്മ വരുന്നത്. പൂരത്തിന് ആളുകൾ മറ്റു നിലത്തൊക്കെ ഇരുന്നിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഒരു കയ്യിൽ. എനിക്ക് പെട്ടെന്ന് തോന്നിയത് കേട്ടോ. ഇത്രയും നല്ല സാധനങ്ങൾ കണ്ടിട്ട് ഞാനത് പൂരത്തിനെ വെച്ച് കമ്പയർ ചെയ്തപ്പോഴും സമ്മതിക്കണം എൻ്റെ ബുദ്ധി. അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് മുകളിലേക്കാണ്. കാരണം താഴത്തുള്ള ഒരുവിധമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അനിയത്തിയുടെ കുട്ടി ഒന്ന് പുച്ഛത്തോടെയാണ് എന്നെ നോക്കണത്. അവൾക്ക് ഇടയ്ക്കൊരു ഒരു പുച്ഛാണ് എന്നോട്. എന്നുവെച്ചാൽ അവളെന്തെങ്കിലും ഞാൻ കളിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ വരുത്താണ്. അങ്ങനെ നമ്മളിവിടെ പോയത് പൊട്ടാറ്റോ ഒരു എന്താ പറയുക, ആ സ്റ്റിക്കിൽ കോർത്തിട്ട് പൊരിച്ചെടുക്കൂലേ, അത് ഓർഡർ പറഞ്ഞു കേട്ടോ. എനിക്കത് മടുത്തത് എവിടുന്നാണെന്നറിയോ, ഊട്ടിയിൽ നിന്ന്. ഊട്ടി പോയപ്പോൾ ഞങ്ങൾ ഈ സംഭവം കഴിച്ചിരുന്നു, ഞാനും ജ്യൂസ് കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവിടുത്തെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ അവർ ഇതുപോലെ ചൂടോടെ നമുക്കിത് പൊരിച്ച് തന്നിരുന്നത്. എന്തോ എനിക്കന്ന് മടുത്താണിത്. ഞാൻ ഇതുണ്ടാക്കണ ആ ഒരു ഭംഗി നോക്കിയിരുന്നു കേട്ടോ. എത്ര വേഗമാണ് ഇവർ ഈ മെഷീനിൽ പൊട്ടാറ്റോ ചുരണ്ടി കളഞ്ഞ് കഴുകി മെഷീനിൽ വെച്ചിട്ട് അതിങ്ങനെ കറക്കി എടുത്ത് ആ സ്റ്റിക്കിൽ വെച്ചിട്ട് എണ്ണയിലിട്ട് പൊരിച്ച് തരുന്നു. അങ്ങനെ റിനുമോളും പിന്നെ റിനുമോൾക്കും ഒരെണ്ണം ഷിനുമോൾക്കും ഒരെണ്ണം, അങ്ങനെയാണ്. അങ്ങനെ ഷിനുവും മിനുവും കൂടെ ഒന്നിന്നും കഴിക്കുക, റിനു ആഷിമോനും കൂടെ ഒന്നിന്ന് കഴിക്കുക. എനിക്ക് വേണ്ടായിരുന്നു. അനിയത്തി പിന്നെ രണ്ടാളെയൊന്നും പാടെ കഴിക്കാറുള്ളൂ. അങ്ങനെ പിന്നെ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ കേട്ടോ. ആഷിമോനും റിനുമോളും അതിൻ്റെ ഇടയിൽ കൂടെ ഷിനുവും മിനുവും അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള റൈഡുകളാണ് കേട്ടോ. ഈ റൈഡുകൾ കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഒരിക്കൽ കൂടി കുട്ടിയായിരുന്നെങ്കിൽ എന്ന്. ഇനിയിപ്പോൾ നമുക്ക് ആ ബാല്യം തിരിച്ച് കിട്ടൂലല്ലോ. ഓരോ ദിവസവും നമുക്കിങ്ങനെ പ്രായം കൂടല്ലേ. അങ്ങനെ ആലോചിക്കുമ്പോഴും ടെൻഷനും സങ്കടവും. കുട്ടി ഇനിയിപ്പോൾ ബാല്യത്തിലേക്ക് കടക്കൂലല്ലോ എന്ന് പറയുമ്പോഴുള്ള ഒരു വിഷമവും, നമുക്ക് പ്രായം കൂടുതലല്ലേ എന്ന് പറയുമ്പോഴുള്ളൊരു സങ്കടം. ഈ പൊട്ടാറ്റോ ഇവർ കഴിക്കണ കണ്ടപ്പോൾ ഒക്കെ മറന്നു. ഞാനായിരുന്നു കഴിച്ചു നോക്കി. പക്ഷെ വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓരോ കാക്രാതം മൂത്ത് കഴിക്കണ പോലെ കഴിച്ചിരുന്നു. പക്ഷേ എനിക്കെന്തോ അതിനോടൊരു ഇത് തോന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഊട്ടിയിൽ നിന്ന് എടുത്തതാണെന്ന്. അങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ കറങ്ങി അവസാനം KFCയിൽ എത്തിയിട്ടോ. അങ്ങനെ KFCയിൽ നിന്ന് നമ്മൾ മൊത്തം എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും 2 പീസ് വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കിയിട്ട് ആഷിമോൻ അങ്ങനെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ വലിയ ആളായിട്ട് ടേബിളിൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമ്മൾ പോയിട്ട് അത് വാങ്ങണം.
അല്ലാതെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തരുന്നില്ല. ഓരോരുത്തർ പാർസൽ വാങ്ങി പോണൊക്കെ ഉണ്ട് കേട്ടോ. റീനുമോളും ഞാനും ഒക്കെ ഇരുന്നു. ഫൗസി അതിൻ്റെ ഇടയിൽ അനിയത്തി പോയിട്ട് അത് വാങ്ങി വന്നു. കൂടെ റീനുമോളും ഉണ്ടായിരുന്നു. വാവ്, ഭംഗി പോലെ തന്നെ കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ 2 മയോണൈസ് ആയിരുന്നു കേട്ടോ. ഒന്ന് സ്വീറ്റ് ആൻഡ് സ്പൈസ്, ഒന്ന് സാധാ മയോണൈസ്. അങ്ങനെ രണ്ടിലും മുക്കി നമ്മൾ അറഞ്ചും പുറഞ്ചും കഴിച്ചു. അർമാദിച്ച് കഴിച്ചു എന്നൊക്കെ പറയൂലേ, എന്നാ ടേസ്റ്റാണോ, ഭയങ്കര ടേസ്റ്റ്. അതും കഴിഞ്ഞ് കൊക്കക്കോളയും കുടിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിലൊരു പീസ് പാർസൽ വന്നു. ആർക്കും വേണ്ട, ഇനി വയറ് നിറഞ്ഞു പറഞ്ഞു. കാരണം അത്ര വലിയ വലിയ പീസാണേ. ഷിനും മീനൊക്കെ ഒരു ഭാഗത്ത് കായി തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബബിൾസ്, ഒരു കടയിൽ ബബിൾസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. മിനു, ഞാൻ പറയുന്നുണ്ട് മിനു ഒന്ന് വട്ടം കറങ്ങുന്നത്. എന്ത് മിനു വട്ടം കറങ്ങണു, മിനുവിന് അപ്പോഴേക്കിനും മടിയായിപ്പോയി. ഇത് കണ്ടിട്ട് റിനുമോളുടെ സെൽഫിയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞ് മിനുവിനോട് ഫോൺ കൊടുത്തിട്ടുണ്ട്. റിനുമോൾക്കറിയില്ല ഞാൻ വീഡിയോ എടുക്കണത് കേട്ടോ. റിനുമോളോടും ഞാൻ പറഞ്ഞു, റിനു ഒന്ന് വട്ടം കറങ്ങടിയെന്ന്. റിനുമോൾ എന്നെ തല്ലിയില്ലാന്ന് മാത്രം. ഇതൊക്കെ കാണുമ്പോഴേ വീണ്ടും എൻ്റെ ബാല്യം ഓർമ്മ വരുന്നു. നമ്മൾ ഇപ്പോഴൊന്നും അവർക്ക് ഇതറിയാം. കുറച്ചുകൂടെ എൻ്റെയൊക്കെ ഒരു പ്രായമാകുമ്പോഴാണ് അവർക്ക് അങ്ങനെയൊക്കെ വിഷമം വരിക. അപ്പം തോന്നും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് വട്ടം കറങ്ങിയാൽ മതിയായിരുന്നു എന്ന്. എന്തായാലും ശരി, ബാല്യത്തിന് ഓർത്ത് ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിനിപ്പോൾ തിരിച്ച് കിട്ടൂല. അപ്പോൾ എൻ്റെ വിഷമം മാറ്റാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സി യു. ഇവിടെ കറങ്ങി കണ്ടിട്ട് നമ്മൾ നാട്ടിലേക്ക് പോവാൻ കേട്ടോ. ടാറ്റ, ബൈ ബൈ, സി യു പറഞ്ഞിട്ട് വീഡിയോ വെക്കണമെന്നില്ല, ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ എന്താ പറയുക, ഈ കട മൊത്തം എൻ്റെ പിന്നാലെ അനിയത്തിയുടെ കുട്ടികൾ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവർ ഫോട്ടോഷൂട്ട് എടുത്ത് കണ്ടിട്ട് എനിക്കൊരു കുശുമ്പ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ പറയുക, എൻ്റെ ഫോട്ടോ കൂടെ എടുക്കുമെന്ന്. അങ്ങനെയാണ് ഇതെടുക്കാൻ കാരണം കേട്ടോ. അവർ പറയുന്നുണ്ട്, പുണ്ണുമ അങ്ങനെ നിൽക്ക്, പുണ്ണുമ ഇങ്ങനെ നിൽക്ക്. അവർ പറഞ്ഞ പോലെ ഞാൻ ഈ നിൽക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആഷിമോനും ഷിനുവിനും മിനുവിനും എന്താ പറയുക, മുൻകറും നക്കീറും പറഞ്ഞു അസ്തഫുള്ള ഇടവും വലം വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവരിത് കേട്ട് ഈ വീഡിയോ കണ്ട എൻ്റെ എന്താ പറയുക, അന്ത്യം ഉറപ്പിച്ചു ഞാൻ. ഷിനു അതിൻ്റെ ഇടയിൽ തല്ലാൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞും കഴിച്ചിട്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ശോഭ സിറ്റിയിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നാട്ടിലേക്ക് പോവുകയാണ്. ആർക്കും ഫുഡ് വേണ്ടാന്നായി. കാരണം അത്രയും വലിയ പീസുകളാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥി ജയിച്ചതിൻ്റെ ആഘോഷമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥി മാറിയിട്ട് അടുത്ത സ്ഥാനാർത്ഥി നിന്നിരുന്നു. അപ്പോൾ അത് ജയിച്ചിരിക്കുന്നു. എന്തായാലും ശരി, ടാറ്റ, ബൈ ബൈ, സി യു.